ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഏകദേശം 10-11 വർഷം മുന്നേ എക്സാക്ട്ലി ഞങ്ങളുടെ കല്യാണ ടൈമിലാണ് ഈ വീട് ലാസ്റ്റായിട്ട് പെയിൻറ്റ് ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഈ വീടിൻ്റെ കോലം. ഓരോ സൈഡായിട്ട് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ബ്ലൂ കളർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ ഫുള്ളായിട്ട് ചുരണ്ടി എടുക്കുക എന്നായിരുന്നു ഫസ്റ്റത്തെ ടാസ്ക്. റീപെയിൻറ്റിങ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് ഈ പഴയ പെയിൻറ്റ് ചുരണ്ടി കളയുക എന്നുള്ളത്. ചില സൈഡിൽ തീരെ ഇളകി വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം തന്നെ ഏകദേശം 2 ദിവസമായി ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട്. സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ വാളിൽ ഒരു ടെക്സ്ചർ ഡിസൈൻ ചെയ്യാനാണ് പ്ലാൻ. അതിനുവേണ്ടി യൂട്യൂബിൽ ഒരുപാട് ചാനൽസ് റെഫർ ചെയ്തു. അത്യാവശ്യം ടെക്സ്ചർ പെയിൻറ്റിങ്ങിനെ കുറിച്ചും ടെക്സ്ചർ ഡിസൈനിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ മനസ്സിലാക്കിയെടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് വാൾ പ്രൈമർ അടിച്ചു കൊടുത്തു. നേരത്തെ പറഞ്ഞില്ലേ, ചില സൈഡിലൊക്കെ പെയിൻറ്റ് ഇളകാൻ നല്ല പാടാണ്. സോ അതിൻ്റെ മേലെ കൂടി തന്നെ പ്രൈമർ അടിച്ചു വിട്ടു. എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാകുന്നൊന്നും അറിയില്ല. സിറ്റ് ഔട്ടിൽ 2 കോൺക്രീറ്റ് തൂണുകളുണ്ട്. അതിന് 2നെയും തേക്കിൻ്റെ തൂണുകൾ പോലെ ആക്കിയെടുക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഓൾറെഡി ആദ്യത്തെ പെയിൻറ്റിങ്ങിനെ തന്നെ നന്നായിട്ട് പുട്ടിയൊക്കെ അടിച്ച് മിനുക്കി എടുത്തിരിക്കുന്ന തൂണുകളാണിവ. സോ ഇപ്പോൾ ആദ്യത്തെ പെയിൻറ്റ് ചുരണ്ടി കളഞ്ഞതിന് ശേഷം പ്രൈമറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇനാമൽ തേക്ക് ബേസ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് കോട്ട് പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഈ ഒരു ലുക്ക് വന്നു 2 തൂണിനും. ഇത്രയും പെർഫെക്റ്റ് ഒന്നുമല്ല. ഈ വീഡിയോ ഇപ്പം പ്രൊഫഷണൽ പെയിൻറ്റേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കറക്ഷൻസൊക്കെ പറയാനുണ്ടാവും. എന്നാലും നമ്മൾ തന്നെ ചെയ്തതല്ലേ, അത്രയൊക്കെ മതിയെന്ന് സമാധാനിച്ചു. തൂണിൻ്റെ പെയിൻറ്റ് ഉണങ്ങുന്ന ടൈമിൽ നമ്മൾ സീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ടെക്സ്ചർ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കൂടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. ഇവിടെ ഒരു ജോമെട്രിക് ഡിസൈൻ ചെയ്യാനാണ് പ്ലാൻ. അതാകുമ്പോൾ തലങ്ങും വിലങ്ങും മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ച് വലിയ മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് വിടാൻ പറ്റും. അച്ഛനും ഞാനും കൂടിയിട്ട് ജോമെട്രിക് ഡിസൈനിൽ മാസ്കിംഗ് ടാപ്സൊക്കെ ഒട്ടിച്ച് വിട്ടു.
ഇതാണ് ഇപ്പോൾ ഫൈനൽ നമ്മൾ ടെക്സ്ചർ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്ന ഡിസൈൻ. സ്റ്റോൺ ടെക്സിൻ്റെ നേച്ചുറൽ സ്റ്റോൺ പൗഡറാണ് ടെക്സ്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഈ പ്രോഡക്റ്റ് നല്ലൊരു ലിക്വിഡ് ഫോമിലാണുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചുമരിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെപ്പോലെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നന്നായിട്ട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണിത്. ചുമരിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ലെവൽ എത്തുമ്പോഴേക്കും സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വെട്ടിയുള്ള ഒരു ഡിസൈനാണ്. ഇതിപ്പോൾ ഏത് മോഡലാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഡിസൈൻ സെറ്റ് ചെയ്യേണ്ട ടൈമാണിത്. ഏകദേശം ഒരു 50% കംപ്ലീറ്റ് ആയപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് തീർന്നു പോയി. വീണ്ടും വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും അതിൻ്റെ കളറിന് ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പോൾ ആദ്യം കൊണ്ടുവന്ന ഒരു വൈറ്റ് കളറായിരുന്നു. പിന്നെ ഉള്ളത് കുറച്ച് സ്റ്റോൺ ഒരു ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ കളറായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഫൗണ്ടേഷനും കളറിങ്ങും ഒക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഈ കളർ ചേഞ്ച് വലിയൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളതിനെ ഉണങ്ങാൻ വിട്ടു. അതിനുശേഷം ഡിസൈനിലുള്ള ഷാർപ്പ് എൻഡ്സൊക്കെ ബ്ലേഡ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. സത്യം പറഞ്ഞാൽ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് ഏത് പരുവത്തിൽ വരുന്ന അറിയാത്തതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ചെയ്തപ്പോൾ നല്ല ഇൻട്രസ്റ്റ് വന്നു. രാത്രിയോ പകലോ എന്നില്ലാണ്ട് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. സ്റ്റോൺ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാസ്കിംഗ് ടാപ്സ് റിമൂവ് ചെയ്തെടുത്തു. പിന്നെ കൂടുതൽ വെച്ച് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ടാപ്പ് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മാസ്കിംഗ് ടാപ്പ് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണിത്. കണ്ടോ, ജോമെട്രിക് ഡിസൈൻസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഈ 2 ഷെയ്ഡ്സ് തന്നെ ഗ്രേ ആൻഡ് വൈറ്റ് നല്ല ഒരു കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ബാക്കി പെയിൻറ്റിങ് കൂടി ചെയ്യണം. നെക്സ്റ്റ് ഡേ നന്നായിട്ട് ഉണങ്ങിയ ശേഷം 100ൻ്റെ സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് ഉരച്ച് ഷേപ്പ് ചെയ്തെടുത്തു. ശേഷം അതിലുള്ള പൊടികളൊക്കെ ഒരു പഴയ ബ്രഷ് കൊണ്ട് തട്ടി എടുത്തു. അടുത്തത് പെയിൻറ്റിംഗ് ആണ്. ഫൗണ്ടേഷൻ ബ്ലാക്ക് അടിച്ചു കൊടുത്തു. ഫൗണ്ടേഷൻ ബ്ലാക്ക് അടിച്ചതിന് ശേഷം ട്രൂ കോട്ടിൻ്റെ മെറ്റാലിക് കോപ്പറാണ് അടുത്തതായിട്ട് യൂസ് ചെയ്തത്.
മെറ്റാലിക് കോപ്പർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബ്രഷ് വെച്ച് വളരെ സൂക്ഷിച്ച് ഈ കാണുന്നത് പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. മെറ്റാലിക് കോപ്പർ അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം അടുത്തത് മെറ്റാലിക് ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. മെറ്റാലിക് ഗോൾഡും ഇതുപോലെ ഇടയ്ക്കും തലക്കും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് നല്ലൊരു ഷെയ്ഡ് വന്നു. മെറ്റാലിക് കോപ്പറും ഗോൾഡും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഷെയ്ഡ് വന്നു. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് തൂണിന് വുഡൻ സ്ലീക്ക് അടിച്ചു കൊടുത്തു. അതേസമയം 2 കോൺക്രീറ്റ് വാളിൻ്റെ ഇടയിലുള്ള സീറ്റിംഗ് ഏരിയയ്ക്ക് സിമൻറ്റ് പുട്ടി വെച്ച് ഡിസൈൻ ചെയ്ത് സെയിം ബ്ലാക്ക് ഫൗണ്ടേഷനും അതിൻ്റെ മേലേക്ക് മെറ്റാലിക് കോപ്പറും വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. തൂണിനോട് ചേർന്നിട്ടുള്ള ബീമിനും തേക്കിൻ്റെ അതേ കളർ തന്നെ ചെയ്തു കൊടുത്തു. അതിനുശേഷം ഈ കാണുന്ന വുഡൻ സ്റ്റെയിനും സ്ലീക്കും കളറും എല്ലാം കൂടി ടെർപ്പൻറ്റൈനിൽ മിക്സ് ചെയ്തു. അടുത്ത മെയിൻ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കിയ മിക്സ്ചർ യൂസ് ചെയ്തിട്ട് ഈ മരത്തിന്, ഈ കോൺക്രീറ്റ് തൂണിന് നന്നായിട്ട് ഗ്രെയിൻസ് വരച്ചു കൊടുക്കുക എന്നുള്ളത്, തേക്കിൻ്റെ ഗ്രെയിൻസ് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു ചെറിയ തുണി എടുത്തിട്ട് ഈ മിക്സ്ചറിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഗ്രെയിൻസ് വരച്ചു കൊടുത്തു. അങ്ങനെ ഫുൾ ഗ്രെയിൻസൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യൂ ആണിത്. അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ പുതിയ ലുക്ക്. കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിനെ ഇത്രയും മനോഹരമായിട്ട് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റി. ഒരുപാട് പണികൾ ഇനിയും പെൻഡിങ്ങിലുണ്ട്. എന്നാലും ഇത്രയും ചെയ്തത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയപ്പോഴേക്കും ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.